ഭവനങ്ങളിലും വീടുകളിലുമൊക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും പ്രബുദ്ധരും നല്ലവരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എവിടെയും ലഹരി മരുന്നിന്റെയും മയക്കുമരുന്നുകളുടെയും മദ്യപാനത്തിന്റെയും ഒക്കെ വാർത്തകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ, വിശേഷാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഇതിനെതിരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിമുക്തി മിഷനും അതുപോലെ തന്നെ നിരവധി NGOകളും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ദേശത്തുണ്ട്. ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ ദേശത്തെ എങ്ങനെയും വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക സംഘടനകളും സാംസ്കാരിക നായകന്മാരും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ശക്തമായ പ്രവർത്തനങ്ങൾ ദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരുണത്തിൽ ഈ വിപത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടെന്ന കാര്യമില്ല. കാരണം ഓരോ ദിവസവും ഈ വാർത്ത നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഈ ദേശത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഈ വിപത്തിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാൻ കഴിയും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ഈ ലഹരിയുടെയും മദ്യപാനത്തിന്റെയും ഒക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി നടത്തപ്പെടുന്ന പല പ്രവർത്തനങ്ങൾ നാളുകളായി ദേശത്ത് നടത്തപ്പെടുന്നുണ്ട് എങ്കിലും പലതും പ്രായോഗിക തലത്തിൽ പ്രയോജനകരമല്ലാതായി മാറുകയാണ്. ഈ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന പലരും ഇതുപോലെയുള്ള ലഹരിയുടെയും അതുപോലെ മദ്യപാനത്തിന്റെയൊക്കെ പിടിയിലാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും ഈ വിപത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പ്രായം ചെന്നവരൊക്കെയാണ് മദ്യവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുമൊക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങൾ മുതൽ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ സകലരും ഇത്തരത്തിലുള്ള മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് വല്ലാത്ത അനർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, കുടുംബമായിരുന്ന് മദ്യപിക്കുക, സ്വന്തം മകനെ ഈ മയക്കുമരുന്നിന്റെ കാരിയറായി ഉപയോഗിക്കുക തുടങ്ങിയ വാർത്തകളൊക്കെ ഈ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്പൊ കുടുംബങ്ങൾക്കകത്തുപോലും അപ്പനും അമ്മയും മക്കളുമൊക്കെ ചേർന്ന് ലഹരിയും ഇതുപോലെയുള്ള പദാർത്ഥങ്ങളുമൊക്കെ വിൽക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഇതിന്റെ കാരിയർമാരായി പിടികൂടുന്ന MDMA അടക്കമുള്ള പല വസ്തുക്കളും കാരിയർമാരായി പിടികൂടുന്ന പലരും സ്ത്രീകളാണ് എന്നുള്ളതാണ് അതിലേറെ യാഥാർത്ഥ്യം. അപ്പോൾ സ്ത്രീകളുടെ ഇടയിലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. കുട്ടികളുടെ ഇടയിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രൊഫഷണൽ ക്യാമ്പസുകളിലൊക്കെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. എങ്ങനെ ഈ വിപത്തിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാൻ കഴിയും? ഇത്തരത്തിലുള്ള വിപത്തിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നടത്തുന്നതാണ്, മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതാണ്, മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതാണ്. ഇന്ന് പകൽ ഈ തെരുവോരത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ കേൾക്കുന്ന എത്രയോ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ സാംസ്കാരിക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒരു മനുഷ്യരെയും മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടില്ല, ഒരു മനുഷ്യരെയും പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സന്ദേശം മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന സന്ദേശമാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതൊരു മതപ്രസംഗമാണെന്ന്, അല്ലെങ്കിൽ ഇതൊരു മതപരിവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നാം. ഞങ്ങൾ ഒരു മതത്തിന്റെയും വക്താക്കളല്ല.
ഒരു മതത്തെക്കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, മറിച്ച് ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ കഴിയുന്ന, മാനസാന്തരത്തിലേക്ക് മനുഷ്യനെ നടത്താൻ കഴിയുന്ന, ഒരു മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ സഹായിക്കുന്ന, ഒരു മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുവാൻ അവന് വേണ്ടുന്ന കൃപകൾ പകരുന്ന സന്ദേശമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സത്യ സുവിശേഷം. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളുടെ സമാഹാരമായ 66 പുസ്തകങ്ങളുടെ സമാഹാരമായ ബൈബിൾ എന്നറിയപ്പെടുന്ന വിശുദ്ധ വേദപുസ്തകമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ ബൈബിളിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, അവരെ മാനസാന്തരത്തിലേക്ക് നടത്തി അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു സംഘടനയുടേതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതല്ല. സകല ലോകത്തിലെയും സകല ജനത്തിനും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യതയിലേക്കും എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷം എന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. യേശു ആരായിരുന്നു? യേശു ദൈവമായിരുന്നു, ദൈവത്തോടൊപ്പമായിരുന്നു, ദൈവത്തിന്റെ മഹത്വത്തിൽ വസിച്ചവനാണ്, ദൈവത്തിന്റെ തേജസ്സിൽ വസിച്ചവനാണ്. എന്നാൽ പാപിയായ, പാപത്തിന്റെ ആഴത്തിൽ കഴിയുന്ന, പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ അനുദിനം തിന്മകളിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന, എത്ര ശ്രമിച്ചിട്ടും നന്മ ചെയ്യാൻ കഴിയാതെ തിന്മ മാത്രം ചെയ്തു ജീവിക്കുന്ന മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ദൈവമായിരുന്നു, പൂർണ്ണമായും ദൈവമായിരുന്ന യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ഇറങ്ങി വന്നു. മനുഷ്യ സാദൃശ്യത്തിൽ, മനുഷ്യരൂപത്തിൽ ദാസ്യരൂപമെടുത്ത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു കന്യകയുടെ ഉദരത്തോളം ചെറുതായി തീർന്ന, ഒരു കന്യകയിൽ നിന്ന് പ്രവചനത്തിന്റെ നിവൃത്തി പോലെ ഗർഭം ധരിച്ച് ഈ ഭൂമിയിൽ ഒരു കുടുംബത്തിനകത്ത് ജനിച്ച് നമ്മളെപ്പോലെ നാം കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയവനാണ് യേശു ക്രിസ്തു. എന്നാൽ യേശു ക്രിസ്തു ദൈവമായിരുന്നത് കൊണ്ട് അവനിൽ പാപമില്ലായിരുന്നു. അവൻ പരമപരിശുദ്ധനായിരുന്നു. പാപത്തെക്കുറിച്ച് അറിയാത്ത, പാപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത, പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത, പാപം എന്തെന്ന് പോലും അറിയാത്ത, തിന്മയില്ലാത്ത പരമപരിശുദ്ധനായ യേശു ക്രിസ്തു, ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, ഈ സർവലോകത്തിന്റെയും പാപം യേശു സ്വന്തം ശരീരത്തിനകത്ത് വഹിച്ചു. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി പാപമായി മാറി, പാപിയായി മാറി എന്നല്ല, പാപമായി മാറി. സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ യേശു ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശു മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ ശിക്ഷയായ, അതിന്റെ ആത്യന്തികമായ ശിക്ഷയായ മരണത്തിലൂടെ യേശു കടന്നുപോയി. ദൈവത്തിന് മരണമില്ല എന്ന മരണമില്ലാത്ത ദൈവം മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന് ആ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരണത്തിലൂടെ കടന്നുപോയി. ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം നിർവഹിപ്പാനിടയായി തീർന്നു. അതെങ്ങനെയാണ് നിർവഹിച്ചത്? അത് നിർവഹിച്ചത് തന്റെ ശരീരത്തിനകത്ത് മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ഏറ്റെടുത്തുകൊണ്ട് മാനവകുലത്തിനു വേണ്ടി യേശു പാപമായി മാറുകയും തുടർന്ന് ആ പാപത്തിന്റെ ശിക്ഷയായ, ആത്യന്തികമായ ശിക്ഷയായ മരണത്തിലൂടെ യേശു കടന്നുപോയി. അങ്ങനെ സകല മനുഷ്യന്റെയും ജീവിതത്തിൽ പാപത്തിന്റെ പരിഹാരം യേശു ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ. യേശു സകല പാപത്തിന്റെയും പരിഹാരം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ച്
യേശുക്രിസ്തുവിന്റെ ദൈവപുത്രത്തെ അംഗീകരിച്ച യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന സകലർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാ. അതുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്നു പകൽ ഞങ്ങൾ നിങ്ങളോട് വീണ്ടും വിളിച്ചു പറയട്ടെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാ. പാപമോചനത്തിനു വേണ്ടി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തീർത്ഥാടനങ്ങളും മനുഷ്യൻ ചെയ്യുന്ന മതപരമായ കർമ്മങ്ങൾ, ആചാരങ്ങൾ നിരവധി ഈ ലോകത്തുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയില്ല. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തു വന്ന ഏക മാർഗം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശു പറയുന്നു, വഴി യേശുവാണ്, സത്യം യേശുവാണ്, ജീവൻ യേശുവാണ്. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് പാപമോചനം. പാപമോചനത്തിന് ഇനി ഒരു കർമ്മമാർഗമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് യേശുവിനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവമക്കളുടെ അധികാരത്തിലേക്ക് വരുവാൻ ദൈവം അവസരം നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവ മക്കളായി മാറുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ദൈവം നമ്മുടെ പിതാവായി മാറുവാൻ ഒരു മാർഗമേ ഉള്ളൂ. ദൈവത്തിന്റെ മകനായി ആ അധികാരത്തിൽ ജീവിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ. അത് കർമ്മമാർഗമല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിച്ച ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും ദൈവ മക്കൾ എന്ന അധികാരത്തോടെ ജീവിക്കാൻ കഴിയും. മാത്രമല്ല, വീണ്ടും വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു ജീവനായിരുന്നു. യേശുവിന്റെ ജീവൻ നമ്മിലേക്ക് പകരപ്പെടണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ച ക്രിസ്തുവിന്റെ ദൈവപുത്രത്തെ അംഗീകരിച്ച യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്ത പാപ പരിഹാര യാഗത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകുകയാണ്. യേശുവിന്റെ ജീവൻ അവരിലേക്ക് പ്രദാനം ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ അകത്ത് പാപം മൂലം നമ്മുടെ അകത്ത് മൃതാവസ്ഥയിലായിപ്പോയ നമ്മുടെ ആത്മാവിനെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ആ മരണത്തെ യേശു ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ ഉള്ളിലെ ജീവൻ, അതേ നിത്യജീവൻ നമ്മുടെ അകത്തേക്ക് പകരുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലർക്കും സൗജന്യമായി നിത്യജീവൻ ലഭിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വീണ്ടും അറിയിക്കട്ടെ, സൗജന്യമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുകയാണ്, നിത്യസ്വർഗം ലഭിക്കുകയാണ്, നിത്യസമാധാനം ലഭിക്കുകയാണ്. ഇതിന് 5 പൈസയുടെ ചെലവില്ല. നേർച്ചകൾ വേണ്ട, കാഴ്ചകൾ വേണ്ട, ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഒറ്റ കാര്യം, ക്രിസ്തുവിൽ വിശ്വസിക്കുക. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തു സകല മനുഷ്യരെയും പോലെ യേശുവിനെ കല്ലറയിൽ അടക്കി. എന്നാൽ വേദപുസ്തകം പറയുന്നു, 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പാനിടയായി. പാലസ്തീനായുടെ പച്ചമണ്ണിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. ആ കല്ലറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. നിരവധി ഗുരുക്കന്മാരും നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും തത്വചിന്തകന്മാരും സൈന്യാധിപന്മാരും ഏകലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ മരിച്ച് മൺമറഞ്ഞു പോയപ്പോ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരേ ഒരുവൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുദ്ധാരമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ഉയർപ്പുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ജീവനുണ്ട്. ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയും. നിങ്ങൾക്ക് മരണത്തിനു ശേഷം ദൈവത്തോടൊപ്പം നിത്യനായ ദൈവം കഴിയുന്ന സ്വർഗത്തിൽ നിത്യനായ ദൈവത്തോടൊപ്പം ജീവിക്കണമോ? ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ മാനസാന്തരപ്പെട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും മരണശേഷവും പുനരുദ്ധാനം പ്രാപിച്ച് ദൈവത്തോടൊപ്പം യുഗായുഗങ്ങൾ ജീവിക്കുവാൻ കഴിയും.
ഇന്ന് പകൽ ഞങ്ങളുടെ സന്ദേശത്തിന് ഞങ്ങൾ പരിസമാപ്തി കുറിക്കുകയാണ്. ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയി യേശു ക്രിസ്തു വേഗത്തിൽ ഭൂമിയിലേക്ക് വരാൻ പോവുകയാ. യേശു വീണ്ടും വരുന്നു. ആ സംഭവ വികാസങ്ങളൊക്കെ ഈ ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാ. പാലസ്തീനായിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങൾ, വിഷയങ്ങൾ, യുദ്ധങ്ങൾ, ഈ ലോകത്ത് വർദ്ധിച്ചു വരുന്ന പാപത്തിന്റെ അനുഭവങ്ങൾ, വർദ്ധിച്ചു വരുന്ന തിന്മയുടെ അനുഭവങ്ങൾ, വർദ്ധിച്ചു വരുന്ന സ്നേഹം നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ, വർദ്ധിച്ചു വരുന്ന വിശ്വാസത്യാഗം, ഇതെല്ലാം വിളിച്ചു പറയുന്നത് യേശു വരാൻ പോകുന്നു. യേശു വരാൻ സമയമായി. ഈ ഭൂമിയെ ന്യായം വിധിക്കുവാൻ, സകല അധർമ്മികളെയും ന്യായം വിധിക്കുവാൻ, ഈ ഭൂമിയിൽ തിന്മ ചെയ്ത് ജീവിക്കുന്ന, തിന്മയ്ക്ക് അടിമപ്പെട്ട്, പിശാചിന് അടിമപ്പെട്ട് ജീവിക്കുന്ന സകല മനുഷ്യരെയും ന്യായം വിധിച്ചിട്ട് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ യേശു ഇതാ വരാൻ പോകുന്നു. യേശു ക്രിസ്തു വരാൻ സമയമായി. നിങ്ങൾക്കും യേശുവിന്റെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഒറ്റ മാർഗമേ ഉള്ളൂ, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം മാത്രമല്ല, പാപത്തെ പരാജയപ്പെടുത്തി ജീവിക്കുവാൻ അവൻ കൃപ തരുകയാ. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവരായി, പാപത്തിന് പരിഹാരം കണ്ടെത്തിയവരായി, നിത്യജീവൻ ഉൾത്തടത്തിൽ പ്രാപിച്ചവരായി, വരാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശയുള്ളവരായി ആയിത്തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ തെരുക്കോട് നിന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. വേദപുസ്തകത്തിൽ അടിവരയിട്ട് പറയുന്ന ഒരു വാക്യം കൂടി വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ സന്ദേശത്തിന് പരിസമാപ്തി കുറിക്കുന്നു. അതിങ്ങനെയാണ് പറയുന്നത്: മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിൽ മാത്രമാണ് നിത്യസമാധാനം, നിത്യജീവൻ, നിത്യരക്ഷ, നിത്യമായ സ്വർഗം നിങ്ങളെയും ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.